മാന്യ ശ്രോതാക്കൾക്ക് നിയമപാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് CR അജയ്കുമാർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബെൻസിഗർ 107.8. നിയമപാഠം, നിയമവിജ്ഞാനം സാധാരണക്കാരിലെത്തിക്കുവാനുള്ള റേഡിയോ ബെൻസിഗറിൻ്റെ ഒരു ചെറിയ ശ്രമമാണ്. നമ്മൾ ചുറ്റുപാടും കാണുന്ന ആക്റ്റുകളും നിയമനിർമ്മാണങ്ങളും ഒക്കെ ഈ പരിപാടിയിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കയറ്റിറക്ക് നിയമത്തെക്കുറിച്ചാണ്. നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കുള്ള ശിക്ഷകളെക്കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. ഏതെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏതൊരാളും 6 മാസം വരെയാകാവുന്ന കാലയളവിലേക്കുള്ള തടവോ 1000 രൂപയിൽ കുറയാത്തതും 5000 രൂപ വരെ ആകാവുന്നതുമായ പിഴയും അല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയും ശിക്ഷയായി കിട്ടാവുന്നതാണ്. ഒരു തൊഴിലുടമയുടെ വസ്തുവിലേക്ക് കടന്നു കയറി ദ്രോഹമുണ്ടാക്കുന്ന ഒരാളിന് കിട്ടാവുന്ന ശിക്ഷയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അല്ലെങ്കിൽ തനിക്ക് നൽകിയ കൂലി സർക്കാർ നിർണയിച്ചിട്ടുള്ള കൂലിയേക്കാളും കൂടുതൽ കൂലി ആവശ്യപ്പെട്ട് തൊഴിലുടമയെ ഭീഷണിപ്പെടുത്തുന്ന ഒരാളിന് ലഭിക്കാവുന്ന ശിക്ഷയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നിയമത്തിൻ്റെ 13-ാം വകുപ്പ് പ്രകാരം തടസ്സപ്പെടുത്തുന്നതിനും നാശനഷ്ടമുണ്ടാക്കുന്നതിനുമുള്ള ശിക്ഷകളെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നു. ഒരു തൊഴിലുടമയുടെയോ മറ്റേതൊരു ആളിൻ്റെയോ സ്വകാര്യ വസ്തുവിലേക്ക് അനധികൃത പ്രവേശനം നടത്തുകയോ നിർവഹിക്കപ്പെടേണ്ടതായിട്ടുള്ള ജോലിക്കോ എന്തെങ്കിലും തടസ്സമോ പ്രതിബന്ധമോ സൃഷ്ടിക്കുകയോ ദ്രോഹമോ നശീകരണമോ നാശനഷ്ടമോ വരുത്തുന്ന ഏതൊരാൾക്കും 2 വർഷം വരെയാകാവുന്ന തടവും 10,000 രൂപ വരെയാകാവുന്ന പിഴയും അതല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയും ലഭിക്കാവുന്നതാണ്. 14-ാം വകുപ്പിൽ ഈ ആക്ട് പ്രകാരം നിയമിതനായ ലേബർ ഇൻസ്പെക്ടറെയോ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനെയോ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കുകയോ എവിടെയെങ്കിലും പ്രവേശിക്കാൻ അനുവദിക്കാതിരിക്കുകയോ ചെയ്താൽ 2 വർഷം വരെയാകാവുന്ന തടവ് ശിക്ഷ ലഭിക്കുന്നുണ്ട്. ഈ നിയമത്തിൻ്റെ 16-ാം വകുപ്പിൽ ഒരു ചുമട്ട് തൊഴിലാളിയായി രജിസ്ട്രേഷൻ നൽകുവാൻ പാടില്ലാത്തതും അഥവാ പ്രസ്തുത ആക്ടിന് കീഴിൽ ഒരു രജിസ്റ്റേർഡ് ചുമട്ട് തൊഴിലാളിയാണെങ്കിൽ അയാളുടെ രജിസ്ട്രേഷൻ ശിക്ഷിക്കപ്പെട്ട തീയതി മുതൽ 6 മാസക്കാലയളവിൽ അല്ലെങ്കിൽ അങ്ങനെ ശിക്ഷിക്കപ്പെട്ട തീയതി മുതൽ 1 വർഷക്കാലയളവിലേക്ക് സസ്പെൻഡ് ചെയ്യപ്പെടേണ്ടതാണെന്ന് 16-ാം വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ശിക്ഷിക്കപ്പെട്ടത് ഈ ആക്ടിന് കീഴിൽ രണ്ടാമതോ പിന്നീട് ഉള്ളതോ ആയ കുറ്റത്തിനാകുന്ന പക്ഷം അയോഗ്യതയുടെ കാലയളവ് 2 വർഷത്തിലേക്ക് കൂടും. ഇനി നമുക്ക് ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ന് ഈ നിയമം ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് പരിശോധിക്കാം. കൂലിയേക്കാൾ അധികമായ തുക കിട്ടുന്നതിന് വേണ്ടിയോ ഒരു തൊഴിലുടമയോ മറ്റാരെങ്കിലുമോ ക്ഷതം ഏൽപ്പിക്കണമെന്നോ അയാളുടെ ചരക്കുകൾക്കോ വസ്തുവകൾക്കോ നാശനഷ്ടം വരുത്തണമെന്നോ ഉള്ള മനഃപൂർവമായ ഭയപ്പെടുത്തലിൽ നിർത്തുന്നത് നിയമവിരുദ്ധമായ പ്രവർത്തനമാണ്. തൊഴിലുടമയെ കൂടുതൽ തുക കിട്ടാൻ വേണ്ടി നിർബന്ധിക്കുന്നത് നിയമവിരുദ്ധമായ പ്രവർത്തനമാണ്. തൊഴിലുടമയുടെ സമ്മതമില്ലാതെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി ഏറ്റെടുക്കുവാനുള്ള അവകാശം ഉന്നയിക്കുന്നത് നിയമവിരുദ്ധമായ പ്രവർത്തനമാണ്. ആളുകളെ തടസ്സപ്പെടുത്തുക, ചരക്കുകളുടെ നീക്കം തടസ്സപ്പെടുത്തുക, യന്ത്ര സാമഗ്രികൾക്ക് തടസ്സങ്ങളുണ്ടാക്കുക, ഭീഷണി, അക്രമം, ബലപ്രയോഗം, അസഭ്യവാക്കുകൾ പ്രയോഗിക്കുക, മദ്യത്തിൻ്റെയോ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയോ സ്വാധീനത്തിൽ ജോലിയിൽ മുഴുകുക, കൂടുതൽ തുക ആവശ്യപ്പെടുക, ശരിയായ രസീത് നൽകാതെ തുക വാങ്ങുക തുടങ്ങിയവയെല്ലാം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ്. വിനോദിന് നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോകാം. ചെയ്യാത്ത ജോലിക്ക് കൂലി ആവശ്യപ്പെടുന്നവർക്കെതിരെ കയറ്റിറക്ക് നിയമപ്രകാരം അദ്ദേഹത്തിന് കേസ് കൊടുക്കാം. അങ്ങനെ ഒരു കേസ് കൊടുത്താൽ ഈ ഭീഷണി അതോടുകൂടി അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമ്മൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്, കേരള കയറ്റിറക്ക് ആക്ട്. അടുത്ത തവണ മറ്റൊരു പ്രധാന നിയമ വിഷയവുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം. നിങ്ങളിതുവരെ കേട്ടത് നിയമപാഠം. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് CR അജയ്കുമാർ. സാങ്കേതിക സഹായം ബെക്സൻ ഏലിയാസ്.